നമസ്കാരം. പ്രധാന വാർത്തകൾ. സത്യപ്രതിജ്ഞാവേദിയിലും കട്ടക്കലിപ്പ്. മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രി. പങ്കെടുക്കാതെ AK ശശീന്ദ്രൻ ഒഴികെ മന്ത്രിമാരും. കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തിലെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയും മുൻനിർത്തി നിർവഹിക്കുമെന്നും. രാജ്ഭവനിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും ചുമതലയേറ്റു. കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷനും ഗണേഷിന് ഗതാഗതവും. തുറമുഖം VN വാസവന്. അയോധ്യയിൽ നിലപാടില്ലാതെ കോൺഗ്രസ്. നേതാക്കൾക്കുള്ള ക്ഷണം വ്യക്തിപരമെന്ന് KC വേണുഗോപാൽ. BJP മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ്. വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്താൻ നീക്കമെന്ന് CPIM. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന് കുറ്റപത്രം. നടന്നത് ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള അതിക്രമം. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് നിലപാട് തേടി ഹൈക്കോടതി. ആറളം ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടെന്ന് പോസ്റ്റർ. വയനാട് തിരുനെല്ലിയിൽ പോസ്റ്റർ പതിച്ചത് മാവോയിസ്റ്റുകൾ. കവിതയുടെ മരണം ചികിത്സയിലിരിക്കെ. മുഖം മിനുക്കി മന്ത്രിസഭ. രാജ്ഭവനിലെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്ഭവനിൽ ഒരുക്കിയ ചായ സത്കാരത്തിലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുത്തില്ല. ചായ സത്കാരത്തിൽ പങ്കെടുത്തത് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും AK ശശീന്ദ്രനും മാത്രമാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ സഗൗരവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ KB ഗണേഷ് കുമാർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തിലെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം ഒരുക്കുകയും. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ അറിവിൽ വരുന്നതുമായ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഹോദരൻ KB ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ
ഭാരതത്തിൻ്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയിൽ നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യും. കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യും. പുതിയ മന്ത്രിമാരെത്തിയതോടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായി. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്തു. VN വാസവന് കൈമാറിയേക്കും. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയേക്കും. മുൻ നിശ്ചയിച്ച പോലെ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, 2 പുതിയ മന്ത്രിമാർ ചുമതലയേൽക്കുന്നു. അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്, അത് പ്രകാരമുള്ള ചുമതലയേൽക്കൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് പ്രധാനമായും ഗവർണറും സർക്കാരും 2 തട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ സത്യപ്രതിജ്ഞ എന്നതായിരുന്നല്ലോ. സ്വാഭാവികമായും ഈ സത്യപ്രതിജ്ഞാ വേദികളിൽ കാണുന്ന ഒരു കാഴ്ചയായിരുന്നില്ല ഇന്ന് ഉണ്ടായത്. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. മന്ത്രിമാരും പങ്കെടുത്തില്ല, അതൊരു ഭിന്നതയുടെ ഒരു ലക്ഷണമായിട്ട് കാണാമോ? ഇല്ല, അതുകൊണ്ടല്ല, അവർ തിരക്കുള്ളതുകൊണ്ട് പോയതായിരിക്കും. അദ്ദേഹം നേരത്തെ പോയി, നമ്മൾ പങ്കെടുത്തു, ഞാൻ പങ്കെടുത്തു, പിന്നെ എല്ലാവരും വന്നവരെല്ലാം പങ്കെടുത്തല്ലോ. അതൊരു പിണക്കത്തുമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ പിണക്കമൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും നമുക്ക് തോന്നും രാഷ്ട്രീയത്തിലിപ്പോൾ അങ്ങനെ പിണങ്ങുണ്ടോ. ഞാൻ അങ്ങനെ ഒരു പിണക്കമുള്ളതായിട്ട് ഒരിക്കലും തോന്നാറില്ല. നമ്മൾ അങ്ങനെ ആരും പ്രകടിപ്പിക്കാറുമില്ല. പക്ഷേ വേദിയിൽ പോലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലൊന്ന് ചിരിക്കുകയോ കൈ കൊടുക്കുകയോ ഒന്നും ഉണ്ടായില്ല. അത് ഒരു വ്യക്തിപരമായ കാര്യമില്ല. ഞാനങ്ങനെ എന്തോ അതൊക്കെ അങ്ങ് തീരും. ഇതൊക്കെ സ്ഥിരമായ ഒരു പ്രശ്നമൊന്നുമല്ല. അതൊക്കെ തീരും. അങ്ങനെ ഓരോ രാഷ്ട്രീയമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും. എൻ്റെ അച്ഛൻ പറയുന്നൊരു പഴയ വാക്കുണ്ട്, സ്ഥിരമായ ശത്രുവും സ്ഥിരമായ മിത്രവും രാഷ്ട്രീയത്തിലില്ല എന്ന് പറയും. അത് ആ ഫോർമുല എടുത്താൽ മതി. ഇല്ല, പിന്നെ ഞാൻ ഓഫീസ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പം നവകേരള സദസ്സിന് മുഖ്യമന്ത്രി പോകുമ്പോൾ കൂടെ പോയതിനു ശേഷം വന്ന് ബുധനാഴ്ച ക്യാബിനറ്റ് ഉണ്ട്. അന്നത്തേക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചു. വേറെ രാഷ്ട്രീയം സംസാരിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ട്, മുഖ്യമന്ത്രി ഒന്ന് കണ്ടിട്ട് പത്തനാപുരത്തിന് പോകും തിരിച്ചു. ചെലവ് ചുരുക്കും. ജീവനക്കാർ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പോകാൻ സമ്മതിക്കില്ല. അതായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫോർമുല. എത്രയേ ഉള്ളൂ. എല്ലാ ഓട്ടകളും അടയ്ക്കും. കാരണം നമ്മൾ ഈ വരവിനെക്കുറിച്ച് മാത്രമാണ് നമ്മളെല്ലാം റിപ്പോർട്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ, 9 കോടി റെക്കോർഡ് വരുമാനമാണ് കാണിക്കുന്നത്. എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട്, ജീവനക്കാർക്കും ഉണ്ട്. അപ്പോൾ ജീവനക്കാരുടെ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട്, മാധ്യമങ്ങളിൽ തന്നെ പറയുന്നു കണക്കില്ല എന്ന്. സംഭവം ഞാൻ അന്വേഷിച്ചപ്പോൾ കണക്കില്ല. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഒരു അക്കൗണ്ടിങ് സംവിധാനമില്ല, ഒരു HR സംവിധാനമില്ല. അപ്പോൾ അതുണ്ടാകുന്നതോടുകൂടി തന്നെ ഈ നമ്മൾ കണക്കുണ്ടാകുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വരും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൺകുടത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു മുട്ടുസൂചി ഓട്ടം മതി. നേരം വെളുക്കുമ്പോൾ വെള്ളം കാണില്ല. ചോദിക്കുമ്പോൾ ഒരു ചെറിയ ഓട്ടം ഇല്ലേ ഉള്ളൂ നമ്മൾ. അതുപോലുള്ള എല്ലാ ഓട്ടകളും, അതായത് ഓഫീസിലെ വൈദ്യുതി ചാർജ് വരെ കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരിക്കും. അല്ലാതെ ജീവനക്കാരുടെ ശമ്പളത്തിൽ പിടി അങ്ങനെയൊന്നുമില്ല. വെറുതെ വണ്ടി ഓടിക്കില്ല. ഒരു ഡീസലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടിരും. അത് ഇലക്ട്രിക് വെഹിക്കിളോ അല്ലെങ്കിൽ ഡീസൽ മൈലേജ് കൂട്ടുന്ന വണ്ടികളിലേക്ക് മാറും. അന്നേരം മുമ്പ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് വളരെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അപ്പോൾ ഈ ശമ്പളമെങ്കിലും മുടങ്ങാതെ നൽകാനുള്ള അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് അത് പെൻഷൻ എല്ലാം പരിശോധന, പെൻഷൻ ഒരുപാട് വർഷത്തെ കൊടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കറക്റ്റായിട്ട്. ഇന്നൊരു നമ്മൾ അക്കൗണ്ടിങ് സെക്ഷൻ ഇല്ല. ഈ കാൽക്കുലേറ്റ് ചെയ്ത പെൻഷന് കറക്റ്റാണെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരാഴ്ച സമയം എനിക്ക് തന്നാൽ ഞാൻ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും സംസാരിക്കും. ഞാൻ
നല്ല പ്രപ്പോസലുകൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കും. നമുക്കിത് ലാഭത്തിലൊന്നും ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനൊരു മെച്ചപ്പെട്ട സർവീസായി നമുക്ക് കൊണ്ടുപോകാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ്. ഈ ചെലവുകളെല്ലാം എവിടെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും അവിടെല്ലാം പർച്ചേസിലായാലും എവിടെയായാലും നിയന്ത്രിക്കുക എന്നുള്ളത് അതൊരു ഞാൻ നേരത്തെയും പറഞ്ഞെടുക്കാറുണ്ട്. ഒരു മുറുക്കാൻകടയിലെ എക്കണോമിക്സാണ്. വരവ് കൂട്ടുക, ചിലവ് കുറയ്ക്കുക. അപ്പോൾ ചിലവിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല സത്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ആർക്കും അതിനെക്കുറിച്ചൊരു ധാരണ, നിങ്ങളിത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്, എവിടെയെങ്കിലും ധാരണയുണ്ടോ? ആർക്കെങ്കിലും ഇല്ല. അപ്പോൾ അതൊരു ധാരണ ഉണ്ടാകണം നമ്മൾ. അതുണ്ടാകുന്നതോടുകൂടി നമുക്ക് ഗവൺമെൻറ് സഹായമില്ലാതെ കുറച്ച് നാൾ നിൽക്കാൻ ഒക്കത്തില്ല. ആ സഹായം കഴിഞ്ഞ 1.5 വർഷമായി LDF ഗവൺമെൻറ് KSRTC കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൂടെ അത് തുടരേണ്ടി വരും. അത് പിടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. കാരണം സമരമൊന്നും ആരും ചെയ്യേണ്ട. ഞാൻ തൊഴിലാളികൾക്കെതിരല്ല, തൊഴിലാളി യൂണിയനെതിരല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നോട് സ്നേഹത്തോടെ ഏത് കാര്യവും പറയാം, ഞാൻ കേൾക്കും. നിങ്ങൾക്കും എന്തെങ്കിലും ആശയമുണ്ടോ എന്നോട് പറയാം, ഞാൻ കേൾക്കും. ഇതിൽ ഈ ഓട്ടകൾ അടക്കും എന്നാണ് താങ്കൾ പറയുന്നത്. നിലവിൽ ഈ ഓട്ടകളോട് കൂടിയാണ് KSRTC ഓട്ടകൾ എവിടേക്കാണ് ഉള്ളത്? ഓട്ടകൾ എവിടേക്കാണ്? ഓട്ടമുണ്ട്, ഷുവറായിട്ട് 100%. ഇപ്പം ഞാൻ ഒരാൾ പെൻഷൻ കാൽക്കുലേറ്റ്, ഉദാഹരണം പറയാം, പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയാൽ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് വരുന്നത്. കിട്ടേണ്ട തൊഴിലാളി കിട്ടാതെയും പോവും, വെറുതെ നമ്മുടെ കാശ് പോവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഇതാണ് നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തല്ലേ പറ്റും, അവർ കോടതിയിൽ പോയാൽ കൊടുത്തല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മമായ പരിശോധനയും ഒരു കാൽക്കുലേഷനും നമ്മൾ നടത്തണം. കാരണം നമ്മൾ അത്തരം വേസ്റ്റുകളുണ്ട്. കാരണം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സർവീസ് കൊടുക്കുക, അത് തന്നെ ഒരു സംഭവമുണ്ട്. ഇപ്പം എനിക്കൊരാൾ ഒരു ഡ്രൈവറെ പറ്റി പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേളാങ്കണ്ണിക്ക് പോകുമായിരുന്നു. ഡ്രൈവറും കണ്ടക്ടറും വേളാങ്കണ്ണിക്ക് സ്ഥിരമായിട്ട് പോകും. വേറെ പ്രധാന ജോലി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വില കുറച്ച് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വില കൂട്ടി വയ്ക്കുക. അതിന് നമ്മൾ കൂട്ട് നിൽക്കാൻ പാടില്ല. നമ്മളൊരു പ്രൊഫഷണലായിട്ട് ഇതിനെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആരാണ് ചെയ്യുന്നത്? മാനുവലാണ്. സംഘടനകൾ അതിനകത്ത് കൈകടത്തുന്നു, ജീവനക്കാരതിനകത്ത് കൈകടക്കുന്നു, DTOമാർ കൈകടത്തുന്നു, എല്ലാവരും കൈകടത്തുന്നു. അപ്പോൾ അത് കൈകടത്തൽ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്നത്. വളരെ സിമ്പിളൊരു ഫോർമുലയാണ്. ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്ന സമയത്ത് പറയുമ്പോൾ ക്യാഷ് കൂടുതൽ, ടിക്കറ്റ് മെഷീനിൽ കൂടുതൽ കളക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ വണ്ടി ഓടണം. അത് കുറഞ്ഞിരിക്കുന്നത് കുറച്ച് വണ്ടി ഓടണം. പിന്നെ ഈ വണ്ടികൾ വരിയായിട്ട് പോകുന്ന നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ GPS ഉപയോഗിച്ച് ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കണം. ആ കൺട്രോൾ റൂമിലിരുന്ന് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ പൈസ ചിലവാക്കിയാലും ഉണ്ടാക്കണം. ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടിക്കറ്റ് മെഷീൻ്റെ കളക്ഷൻ ഡേറ്റ ആവും. അതിനകത്ത് ഈ നമ്മുടെ GPS-ലെ വരിയായിട്ട് പോകുന്ന പ്രശ്നം ഒരു പൊസിഷനിങ് ഒരു ഡേറ്റയാവും, ഡ്യൂട്ടി പാറ്റേൺ ഒരു ഡേറ്റയാവും. ഈ 3 ഡേറ്റ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷെഡ്യൂൾ കമ്പ്യൂട്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഷെഡ്യൂൾ നടപ്പിലാക്കണം ഒറ്റ ദിവസം കൊണ്ട്. പക്ഷേ അരാജകത്വമായിരിക്കും, ഒരു തർക്കവും വേണ്ട. അത് ആ ദിവസങ്ങളിൽ വലിയ, പക്ഷേ ഒരു മാസം കൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്താൽ ഡെഡ് മൈലേജ് മുഴുവൻ ഒഴിവാക്കി കിട്ടും. ആർക്കും, അതായത് മന്ത്രി വിചാരിച്ചാൽ പോലും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇതിനെ മാറ്റണം. പിന്നെ ബില്ലുകളുടെ പേയ്മെൻ്റ് എല്ലാം കമ്പ്യൂട്ടറിലാണ്. വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് എപ്പോഴും അഴിമതി നടക്കാൻ സാധ്യത. പണ്ട് ഞാനിതെല്ലാം കമ്പ്യൂട്ടറിലാക്കിയതാണ്. ബില്ലിൻ്റെ പേയ്മെൻറ്റും സ്പെയർ പാർട്സിൻ്റെ ഓർഡറും ഞാൻ മന്ത്രിയായിരുന്ന 2002 കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്തിരുന്നത്. ആരും ശ്രദ്ധിച്ചില്ല, അത് പൊളിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ ഒരു തരത്തിലുള്ള കറപ്ഷനുള്ള സാധ്യതയില്ല. ഒരാൾക്ക് അഡ്വാൻസായിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് നേരത്തെ തരാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പൈസ വാങ്ങിക്കാൻ പറ്റില്ല. ആ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന എമൗണ്ടും ചെക്ക് എഴുതുന്ന ജോലി മാത്രമേ ഉള്ളൂ സ്റ്റാഫിന്. അങ്ങനെ പാടുള്ളൂ. ഞാനൊരു വെറുതെ ഒരു മെസ്സേജ് ചോദിക്കണം ആൾക്കാരത്. സ്വകാര്യമായി നടത്തുന്ന ഒരു ഹോട്ടലാവട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റാവട്ടെ, ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ചയുണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുമുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പം, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഇന്ന് മുതലൊന്ന് പഠിക്കൂ. ചോർച്ചകൾ ഇതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നില്ല. അത്തരം ചോർച്ചകൾ പരിശോധിച്ചാൽ മതി. ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ തന്നെ വലിയ എമൗണ്ട് സർക്കാർ കൊടുക്കേണ്ടി വരും. ഒരാളെ കാൽക്കുലേഷൻ, ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത് ഇതുപോലെ വാട്ടർ അതോറിറ്റിയിൽ ഒരു വിഷയം വന്നു. ഒരു വ്യക്തിയുടെ പരാതിയാണ്. ആ പരാതി പരിശോധിച്ചപ്പോൾ കാൽക്കുലേഷനിലെ മിസ്റ്റേക്കിൽ ഒരുപാട് പൈസ അയാൾക്ക് കൊടുക്കാനുണ്ട്. ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ഒടുവിൽ അവർ സമ്മതിക്കുന്നുണ്ട്, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിക്കൊണ്ടാണ് ഇയാൾക്ക് കൊടുക്കാത്തതെന്ന്. അയാൾ നീതി തേടി വന്ന ആളാണ്. മറിച്ചും ഉണ്ട്. അമിതമായി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനെ പറ്റി ആരും മിണ്ടാറില്ല. കാരണം അമിതമായി എനിക്ക് 2 ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യം കൂടുതൽ കിട്ടിയാൽ ഞാൻ മിണ്ടു. എനിക്ക് 50 രൂപ കുറഞ്ഞാലേ ഞാൻ വരത്തുള്ളൂ, ഒരു പരാതിയുമായി വരത്തുള്ളൂ. അപ്പം കിട്ടിയവരും ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിക്കണം. അതൊക്കെ ഒന്ന് എല്ലാ മുക്കും മൂലയും പരിശോധിക്കണം. എവിടെയെങ്കിലും ഓട്ടോകൾ കണ്ടാൽ അറിയിക്കുക, നമുക്ക് അടയ്ക്കാം. ശരി.
റൈറ്റ്. മന്ത്രി KB ഗണേഷ് കുമാറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. KSRTC ഉൾപ്പെടെ ഗതാഗത സംവിധാനത്തെ വളരെ കൃത്യമായ തരത്തിൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തി ഇപ്പോൾ എന്തായാലും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. GPS സംവിധാനങ്ങൾ നടപ്പിലാക്കുക, എല്ലാ അക്കൗണ്ട്സുകൾക്കും കൃത്യമായി അക്കൗണ്ടിങ് നടത്തുക, പ്രോപ്പറായി കമ്പ്യൂട്ടറൈസ്ഡായി എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് പോവുക, അങ്ങനെ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് അദ്ദേഹം പ്രാഥമികമായി പറയുന്നത്. പക്ഷേ ട്രേഡ് യൂണിയനുകൾ, മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് KSRTC. അവിടെ പ്രതിഷേധങ്ങൾ എത്രത്തോളം ശക്തമാകും, അതിനെ അതിജീവിക്കാൻ മന്ത്രിക്കും വകുപ്പിനുമൊക്കെ സാധിക്കുമോ എന്നതാണ് ഇനി പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. VV അരുണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മന്ത്രിമാരുടെ സ്ഥാനമേക്കൽ ശ്രദ്ധേയമാകുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ നടന്ന സത്യപ്രതിജ്ഞ എന്നതുകൊണ്ടാണ്. പതിവ് രീതികൾ, ചായ സൽക്കാരം അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നില്ല എന്നത് ആ രീതിയിൽ എങ്ങനെയാണ് ശ്രദ്ധേയമാകുന്നത്? ഇന്ന് ഈ സത്യപ്രതിജ്ഞ 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ചടങ്ങിന് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ഇന്നുണ്ടായിരുന്ന ഗവർണർ മുഖ്യമന്ത്രി തമ്മിലുള്ള ആ ഒരു അവർ തമ്മിൽ കാണുമ്പോഴുള്ള ആ ഒരു സാഹചര്യം തന്നെയായിരുന്നു. സ്വാഭാവികമായും സാധാരണഗതിയിൽ ഗവർണറെ കാണുമ്പോൾ മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്യും, അദ്ദേഹം പ്രത്യഭിവാദ്യം ചെയ്യും, അവിടെ നിന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിക്കും. അതാണ് എല്ലാ ചടങ്ങുകളിലും സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്ന് അതിന് വിപരീതമായ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി 2 തവണ ഗവർണറെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ആകുമായിരുന്നു. പക്ഷേ 2 തവണയും ഗവർണർ മുഖം മാറ്റുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയോട് സംസാരിക്കാനോ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനോ ഗവർണർ തയ്യാറായില്ല. ആ നീരസം, ആ അതിർത്തി പ്രകടമാക്കിയാണ് ഗവർണറുടെ ചായ സത്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചത്. പുതിയ 2 മന്ത്രിമാർ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും പുറമെ ചായ സത്കാരത്തിൽ പങ്കെടുത്ത മന്ത്രി AK ശശീന്ദ്രനാണ്. മറ്റുള്ള മന്ത്രിമാരെല്ലാം അവിടെ നിന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ ഉടൻ രാജ്ഭവനിൽ നിന്ന് പോവുകയായിരുന്നു. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാനായി മന്ത്രിമാർ അവിടേക്ക് പോയി. ആരും ചായ സത്കാരത്തിൽ പങ്കെടുത്തില്ല. അപൂർവം ചില MLA-മാരും തോമസ് പോലുള്ള MLA-മാരും ഈ ചായ സത്കാരത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇതൊന്നും അറിയാതെ പങ്കെടുത്തു അദ്ദേഹം ഏതായാലും പറയുന്നത്. പക്ഷേ വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായത്. ഒട്ടും വിട്ടുവീഴ്ചയില്ല. സർക്കാർ ഗവർണർ പോരിൽ അടുത്തൊന്നും ഒരു ഒത്തുതീർപ്പുണ്ടാകില്ല എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇരുഭാഗത്തു നിന്നും ഉണ്ടായത്. മഞ്ഞുരുകും മുഖ്യമന്ത്രി ഗവർണർ നേരിൽ കാണുമ്പോൾ മഞ്ഞുരുകുമോ എന്നായിരുന്നു ചോദ്യം. പക്ഷേ മഞ്ഞുരുകുന്നില്ല എന്ന് മാത്രമല്ല, ആ തർക്കം, ആ വിദ്വേഷം കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. ഒരു തർക്കത്തിനപ്പുറത്തേക്ക് വിദ്വേഷം ഉള്ള മനോനിലയാണ് 2 പേർക്കും പരസ്പരം ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ്. ഏതായാലും 2 പുതിയ മന്ത്രിമാർ പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും. വകുപ്പുകളുടെ കാര്യത്തിനെയും വ്യക്തത വരേണ്ടതുണ്ട്. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെയെന്ന് ഉറപ്പാണ്. അദ്ദേഹം KSRTC എങ്ങനെയൊക്കെ രക്ഷിച്ചെടുക്കാം, എങ്ങനെ നഷ്ടത്തിൽ അല്ലാതെയാക്കാൻ, ലാഭത്തിലാക്കാൻ കഴിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്നതിൻ്റെ പല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പ്രതിപാദിച്ചത്. പക്ഷേ തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കില്ല. ആ വകുപ്പ് CPM ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ യാഥാർത്ഥ്യത്തോട് അടുത്തു കഴിഞ്ഞു. ചരക്ക് കപ്പൽ അവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രാധാന്യപ്പെട്ട ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു. അപ്പോൾ ഘടകകക്ഷി മന്ത്രിക്കല്ല, CPM തന്നെ ആ വകുപ്പ് ഏറ്റെടുക്കുകയാണ്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവന് തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കൈമാറും. അത് സംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. വാസവൻ്റെ പക്കലുണ്ടായിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ്, ആ വകുപ്പാണിപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കുക. അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ വകുപ്പ് മാത്രമാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തുറമുഖത്തിനൊപ്പമുള്ള സാധാരണ നൽകുന്ന പുരാവസ്തു വകുപ്പ് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചിലപ്പോൾ പക്ഷേ അത് അങ്ങനെയായിരിക്കാം. എങ്കിലും പ്രധാനപ്പെട്ട വകുപ്പായ തുറമുഖം CPM ഏറ്റെടുക്കുകയാണ്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗം VN വാസവനാകും ഇനി മുതൽ തുറമുഖ മന്ത്രി. 2 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുന്നു. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് ചുമതലയേറ്റിട്ടുള്ളത്. തുറമുഖ വകുപ്പ് കടന്നപ്പള്ളിക്ക് നൽകിയേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അത് CPIM തന്നെ VN വാസവൻ ആയിരിക്കും ഏറ്റെടുക്കുക എന്നുള്ളതാണ് വിവരങ്ങൾ.
അതേസമയം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമായി തുടരുന്നതിനിടെ ആയിരുന്നു ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം അഭിവാദ്യം ചെയ്തില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇരുവരും പരസ്പരം മുഖം കൊടുത്തില്ല എന്ന് തന്നെ സാങ്കേതികമായി നമുക്ക് പറയാൻ സാധിക്കുന്നു. പതിവ് രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഗവർണറുടെയും ഒപ്പം മുഖ്യമന്ത്രിയുടെയും ശരീരഭാഷ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചായ സൽക്കാരത്തിൽ നിന്നടക്കം മന്ത്രിമാർ വിട്ടുനിന്ന സാഹചര്യവും ഉണ്ടാകുന്നു. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു തൊട്ടടുത്ത് ഇരുവരും ഇരിക്കുമ്പോൾ പോലും പരസ്പരം നോക്കുന്നില്ല. ഗവർണർ പോകുന്ന സമയത്താണ് എങ്കിൽ പോലും മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കൃത്യമായും വ്യക്തമാക്കുന്ന ഒരു ശരീരഭാഷയായിരുന്നു ഇരുവരുടെയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും സാധാരണഗതിയിൽ ഇത്തരം സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ മുഖ്യമന്ത്രി നേരത്തെ എത്താറുണ്ട്. ഇന്നും അദ്ദേഹം നേരത്തെ തന്നെ എത്തി. അതിനുശേഷമാണ് ഗവർണർ എത്തുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ളത് ഗവർണർ ഏത് വേദിയിലേക്ക് എത്തിയാലും അവിടെ മുൻനിരയിക്കുന്ന നേതാക്കളെ, പ്രധാനപ്പെട്ട ആളുകളെ അടുത്തെത്തി അഭിവാദ്യം ചെയ്ത് അവരോട് സംസാരിച്ച് കുശലാന്വേഷണം നടത്തിയാണ് ഗവർണർ പിന്നീട് വേദിയിലേക്ക് പോവുക. പക്ഷേ അതുണ്ടായില്ല. ഇന്ന് ഗവർണർ വന്ന ഉടൻ അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഡയസിലേക്ക് കയറി പോവുകയായിരുന്നു. മുഖ്യമന്ത്രി തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയും പോയി. അവിടെ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോഴും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി ഒന്നിട്ട് തവണ ഗവർണറുടെ ഭാഗത്തേക്ക് നോക്കുന്നത്, പക്ഷെ അപ്പോഴും ഗവർണർ മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. അതിന് ശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രിയും നീരസം വ്യക്തമാക്കിക്കൊണ്ട് ഈ ചായ സത്കാരത്തിന് ഗവർണറുടെ സ്റ്റാഫംഗം ക്ഷണിക്കുമ്പോൾ ചായ സത്കാരം ഇവിടെ നടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ചായ സത്കാരം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയത്. തൊട്ട് പിന്നാലെ മന്ത്രിമാരും ചായ സത്കാരത്തിന് നിൽക്കാതെ പുറത്തേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ വൈരത്തിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ക്ലിഫ് ഹൗസിലേക്ക് പോയി. അടുത്തൊന്നും സർക്കാർ ഗവർണറെ പോരെ മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ബന്ധം, മോശമായ ബന്ധം നേരെയാകില്ല എന്നതിൻ്റെ ഉറച്ച തെളിവായി, പ്രകടമായ തെളിവായി ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറി. അഭിലാഷ്. റൈറ്റ്. രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് അറിയില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതികരിച്ചു. മന്ത്രിയായിട്ട് ഞാൻ ഒരാളെ കണ്ടിരുന്നു, ശശീന്ദ്രൻ. ഞാനിത് ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് അവിടെ കാത്തിരിക്കുന്നു. ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നതിനെ കുറിച്ച് നിൽക്കാതെ ഇവിടെ വന്നതാണ്. അതിഥിയെന്നല്ല, അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഇത് കൊണ്ടു കൊടുക്കുന്നതിലും ജീവനക്കാരല്ലേ, അത് സാധാരണ കൊണ്ടു കൊടുക്കുന്നു. ഞാനും അതില്ലാതെ ചായ കുടിച്ചു. അതന്നെ, വേറെ ഒന്നും അതും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം അതിനുശേഷം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി. തുറമുഖമില്ലെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അല്ല, അതൊക്കെ മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽപ്പെടുന്നതല്ലേ. ഏത് വകുപ്പാണ് ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി അദ്ദേഹമാണ്. ആ മുഖ്യമന്ത്രി ഏത് വകുപ്പ് തന്നാലും ശരി ആ വകുപ്പിനോട് നീതി പുലർത്തുക, അത് പിന്നെ വളരെ ഭംഗിയായി നടത്താൻ കഴിയാവുന്ന കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അത്ഭുതങ്ങളും ഇല്ലാത്തതൊന്നുമില്ല. അത് ഏതാണെന്ന് അറിയാം. മുഖ്യമന്ത്രിയാണ് പരമാധികാരി. ചടങ്ങിലെ ഗവർണറുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സൗഹാർദ്ദപരമായിരുന്നു. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി സ്ത്രീയോട് മോശമായി